എന്തായാലും നമ്മുടെ കൂടെ ഒരിക്കൽ ആരാധിച്ചവർ വിട്ടേച്ച് പോയിട്ട് തിരികെ വരുമ്പോഴും നമ്മളെക്കുറിച്ചുള്ള അത്യാവശ്യം നല്ല ഓർമ്മകൾ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ഓർക്കുന്നത്? ഇയാൾ ഭയങ്കര സുന്ദരനായിരുന്നു, ഇയാൾ ഭയങ്കര 6 അടി പൊക്കം ഉണ്ടായിരുന്നു, ഇയാൾക്ക് വലിയ 60 ഏക്കർ വസ്തു ഉണ്ടായിരുന്നോ? അയാൾ ചെയ്ത എന്തെങ്കിലും നന്മയാണ് ഓർക്കുന്നത്. ആമേൻ. അതുകൊണ്ട് നമ്മളും ആരോഗ്യമുണ്ടെങ്കിലും ദീർഘായുസ്സുണ്ടെന്ന് വിശ്വസിച്ചാലും ഏ സമയത്ത് മരിക്കാമെന്ന് ഓർത്ത് നന്മ ചെയ്യുക, നല്ല ഓർമ്മകൾ മറ്റുള്ളവർക്ക് പകരുക. ദൈവം നമ്മളതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നൊത്തിരി പ്രധാനമുള്ള പ്രാധാന്യതയുള്ളൊരു വീക്കാണ്. അതുകൊണ്ട് 2 കാര്യം എങ്കിലും ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ എനിക്ക് വേണ്ടി അതിനുവേണ്ടി സമയം വേർതിരിച്ചൊന്നും ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളും എന്തെങ്കിലും ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്യണം, ടേക്ക് അവേ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കൂ, ഇത് റോഷ് അഷാനയുടെ വീക്കാണ്. റോഷ് എന്ന വാക്കുകൊണ്ട് തലയെന്നും ഹെഡ് എന്നും, അഷാന ഹ സാന എന്ന വാക്കുകൊണ്ട് സാന ഇയർ, ഹ സാന ദ ഇയർ, ഹെഡ് ഓഫ് ദ ഇയർ എന്ന് ഹീബ്രു ജാതി അറിയപ്പെടുന്ന ദിവസം 4 ദിവസം മുമ്പെയാണ് ഉണ്ടായിരുന്നത്. ഇത് 4th ടിഷ്രിയാണ്. ടിഷ്രി എന്ന മന്ത് 7ാമത്തെ മാസമാണ്. ടിഷ്രി എന്ന പദവും ആരംഭം എന്ന വാക്കാണ് അർത്ഥമാക്കുന്നത്. അർത്ഥാൽ യഹൂദന്മാരുടെ അവരുടെ സിവിൽ കലണ്ടർ ആരംഭിക്കുന്ന ദിവസമാണ്. അവർക്ക് ഒത്തിരി ആരംഭമുണ്ട്. അവർക്ക് നിസാൻ അബീബ് മാസം മറ്റൊരു എക്ലീസിയാസ്റ്റിക്കൽ ആരംഭമുണ്ട്. എന്തായാലും ഈ 3 ദിവസം മുമ്പ് നടന്ന റോഷ് ഹഷാന എന്ന് പറയുന്ന അവരുടെ ഉത്സവത്തിൽ അവർ കർത്താവിനെ ഓർക്കുന്നു. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ആപ്പിളും ഹണിയും കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടും ഹണിയും കൂടെ ചേർത്ത് കഴിക്കുന്നു. രുചികരമായത്, പ്രത്യേകിച്ച് മധുരമുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ പല ഉത്സവങ്ങളിലും നമ്മൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നു. അതിൻ്റെ എല്ലാ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എനിക്ക് കയ്പായിരുന്നില്ല, മധുരം തന്നെയായിരുന്നു എന്നാണ്. എപ്പോഴും ഒരു ഇയർ എൻഡിങ് വരുമ്പോൾ, ഒരു പുതുവർഷം വരുമ്പോൾ നമുക്ക് എന്താണ് ഓർക്കാനുള്ളത്? നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെ അവൻ്റെ ദീർഘമായ ദൃഷ്ടി, അവൻ്റെ ഹ്രസ്വമായ ദൃഷ്ടി നമ്മുടെ മേൽ തന്നെയായിരുന്നു. നാം പട്ടുപോയില്ല. യഹോവ മാറാത്തവനായിരുന്നു. കരങ്ങളുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, വ്യക്തിപരമായി, കുടുംബമായി, സഭയായി, സമൂഹമായി കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, പരാജയങ്ങൾ ഉണ്ടായിരുന്നാൽ മുഴുവൻ ഞാൻ നോക്കുമ്പോൾ യഹോവ എനിക്ക് നല്ലവനായിരുന്നു. റോഷ് ഹഷാന എന്ന ഉത്സവത്തോട് ചേർന്ന് അതേ ദിവസം അവർ മറ്റൊരു പേര് കൂടെ ആ ഉത്സവത്തിട്ടുണ്ട്, യോം ചെറുവ. യോം എന്ന വാക്കുകൊണ്ട് ദിവസമെന്നും, ചെറുവ എന്ന വാക്കുകൊണ്ട് ഉച്ചനാദമുള്ള കാഹള ശബ്ദമെന്നോ നമ്മുടെ ശബ്ദമെന്നോ അറിയപ്പെടുന്ന ചെറുവ, യോം ചെറുവ. അത് നമ്മൾ സംഖ്യ 10 കാണുന്നു. നിങ്ങൾ 2 കാഹളം ഉണ്ടാക്കണം, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി കാഹളം ഊതണം. കാഹളം ഊതുമ്പോൾ ജനം അടുത്തു വരണം, സഭായോഗം കൂടണം, യുദ്ധത്തിന് പുറപ്പെടണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാഹളത്തോടുള്ള ബന്ധത്തിലുണ്ട്. ദൈവമായ കർത്താവ് സീനായിൽ ഇറങ്ങിയപ്പോൾ സ്വർഗീയ കാഹളങ്ങൾ ഊതപ്പെട്ടു. ദൈവം ഉള്ളിടത്ത് ശബ്ദമുണ്ട്, ദൈവമുള്ളിടത്ത് കാഹളമുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. 2005 മുതലുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ പ്രീതി ആൻറ്റി ഉണ്ട്, വേറെ പലരും ഉണ്ട്. ഇവിടെ പല കുടുംബം നമുക്ക് പരിചയപ്പെടാം. എങ്കിലും സഭയിൽ നിന്ന് വിട്ടുപോയ ചിലർ പറഞ്ഞത് ഭയങ്കര ശബ്ദം, അതുകൊണ്ട് ഞങ്ങൾ പോവാന്ന്. ഇവർക്ക് ഈ ദൈവമായിട്ട് എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? ദൈവം വന്നിടത്തെല്ലാം ശബ്ദമാണ്. പെന്തിക്കോസിലാണെങ്കിൽ ഒരു വീട് കുലുങ്ങുമാറ് ശബ്ദമുണ്ടായി. സ്തോത്രം. യെശയ്യാ 6 ആലയം മുഴുവനും തേജസ് കൊണ്ട് നിറയുക, അപ്പോൾ ശബ്ദമുണ്ടായി. സീനായ് മലയിൽ ദൈവം ഇറങ്ങിയപ്പോൾ ഈ വിമർശിക്കുന്ന ചിലരെല്ലാം പറയാറുണ്ട്, ഫ്ലിക്കറിങ് ലൈറ്റ് നല്ലതല്ല, പുക ആലയത്തിൽ വരുന്ന നല്ലതല്ല. നിങ്ങൾക്കും താല്പര്യമില്ലെന്ന് എനിക്കറിയാം, എനിക്കും താല്പര്യമൊന്നുമില്ല. പക്ഷേ കർത്താവ് സീനായി ഇറങ്ങിയപ്പോൾ ഫ്ലിക്കറിങ് ലൈറ്റ് ഉണ്ടായിരുന്നു. മിന്നൽ, ഇടിനാദം, പുക. മനുഷ്യനുണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഈ സിനിമാക്കാരൊക്കെ ഈ ഫ്ലിക്കറിങ് ലൈറ്റും പുകയും ഒക്കെ ആംബിയൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് കർത്താവ് ആദ്യം ചെയ്തത്. ഇതൊന്നും കർത്താവിന് വിരോധമുള്ള കാര്യമല്ല. ആമേൻ. സർവ്വതിലുപരിയായ ഭയങ്കര കാഹളധ്വനി ഉണ്ടായി. അപ്പോൾ നിശബ്ദമായി ആരാധിക്കുന്നതോ ശബ്ദം കുറഞ്ഞ് ആരാധിക്കുന്നതോ എപ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ആമേൻ. ശബ്ദമുണ്ടാക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ ശബ്ദമുണ്ടാക്കണം. നിങ്ങളുടെ തൊണ്ടയാണ് ഏറ്റവും
കൈ തൊടാതെ ഉണ്ടാക്കപ്പെട്ട കാഹളം നിങ്ങളുടെ തൊണ്ടയാണ്. കാരണം വചനം പറയുന്നു, നിങ്ങൾ കാഹളം ഉണ്ടാക്കുമ്പോൾ അടുപ്പ് പണിയായി അടിച്ച് ഉണ്ടാക്കണം. എന്താ? അതിൽ മനുഷ്യൻ്റെ വിളക്കുകളോ ജോയിൻസുകളോ ഉണ്ടാകാൻ പാടില്ല. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയാലും വെള്ളി കൊണ്ടുണ്ടാക്കിയാലും താമര കൊണ്ടുണ്ടാക്കിയാലും അടുപ്പ് പണി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കരവിരുന്ന് കുറച്ച് ദൈവത്തിൻ്റെ കാര്യം നടക്കണം. ദൈവം ഉണ്ടാക്കിയ അടുപ്പ് പണിയാ ഉണ്ടാക്കിയ ഒരു ലങ്സും ഒരു തൊണ്ടയും നമുക്കുള്ളതിനാൽ നമ്മൾ യോം ചെറുവാ വീക്കിൽ ഉച്ചനാദമുള്ള സ്വരത്തോടെ ഗംഭീരധ്വനിയായി യഹോവയെ എതിരേൽക്കുവാൻ വീട്ടിലും സഭയിലും കാഹളമൂതണം. പിന്നെയുമുണ്ട് കാഹളത്തിന്റെ ഉദ്ദേശം. നിന്നെ ശത്രുക്കൾ ഞെരുക്കുമ്പോൾ, നിന്നെ ഞെരുക്കുന്ന ശത്രുക്കളുടെ മധ്യേ നീ ഗംഭീര ധ്വനിയായ കാഹളമൂതണം. നിന്നെ ശത്രു ഞെരുക്കുമ്പോ ഡയബറ്റിക്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ക്യാൻസർ, ഗോൾ ബ്ലാഡർ സ്റ്റോണ്, കിഡ്നി സ്റ്റോണ് നിന്നെ ഞെരുക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? അത്യുച്ചനാദമുള്ള കാഹളമൂതണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ വീക്കിലുണ്ട്. എല്ലാം പറയാൻ സമയമില്ലല്ലോ. എങ്കിലും കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു സന്ദേശത്തിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവമായ കർത്താവ് അറിയാതെ, ഇതൊരു ബേസിക് തത്വമാണ്, ഇതെല്ലാവരും സ്വീകരിച്ചാൽ വളരെ ശരി. കേരളം മുഴുവനും 2000 വർഷം കൊണ്ട് സാത്താനെ ശാസിക്കുകയാണ്. കേരളം മുഴുവനും 2000 വർഷം കൊണ്ട് ബന്ധനവും കെട്ടുകളും അഴിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് അഴിഞ്ഞു പോകാത്തെന്നറിയോ? 10 വർഷമായി ശാസിക്കുന്ന, പോരാടുന്ന പല ബന്ധനങ്ങളും ഇപ്പോഴും നിൽക്കുകയാണ്. എന്തോ ഒരു പ്രശ്നമോട് ഫീൽ ചെയ്യുന്നില്ലേ? സഭാരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ പലപ്പോഴും ബന്ധനം അടിക്കുന്നതിൻ്റെ ശബ്ദമാണ്, കോലാഹലമാണ് പോകുന്നത്. എന്താണെന്നറിയാമോ? നമ്മൾ സാഹചര്യങ്ങളിലധികം ഫോക്കസ്ഡാണ്. നമ്മൾ പോരാട്ടങ്ങളിലധികം ഫോക്കസ്ഡാണ്. നമ്മൾ ഫോക്കസ് ആകേണ്ടത് എവിടെയാണ്? നമ്മുടെ ദൈവത്തിൻ്റെ ബലത്തിൽ, അവൻ്റെ ശക്തിയിൽ, അവൻ്റെ മഹിമയിൽ, അവൻ്റെ വെർച്യുവിൽ, അവൻ്റെ സൗഖ്യത്തിൽ, അവൻ്റെ വിടുതലിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആമേൻ. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഭാഷയിൽ രോഗത്തെ അല്ല ചികിത്സിക്കേണ്ടത്, രോഗകാരണങ്ങളെയാണ് ചികിത്സിക്കേണ്ടത്. പ്രശ്നത്തെ അല്ല ചികിത്സിക്കേണ്ടത്, വൃക്ഷത്തിൻ്റെ കൊമ്പ് ഒടിക്കുകയല്ല വേണ്ടത്, വേരോടെ പിഴുത് കളയുകയാണ് വേണ്ടത്. ആമേൻ. തത്വം ഒന്ന്, ദൈവമാണ് സൃഷ്ടിതാവ്. ഒരൊറ്റ സൃഷ്ടിതാവേ ഉള്ളൂ, 2 ഇല്ല, 1.5 ഇല്ല. ആമേൻ. സൃഷ്ടിതാവ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് നത്തിങ് ക്രിയേറ്റഡ് എവറിത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉളവാക്കാൻ കഴിവുള്ളവൻ. ആ സ്തുതി നമ്മുടെ യഹോവയാം സൃഷ്ടിതാവാം എലോഹീമാം ദൈവത്തിനു മാത്രമുള്ളതാണ്. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ കാണുന്നതും കാണാത്തതും, ജീവനുള്ളതും ജീവനില്ലാത്തതും, സ്തോത്രം, ആത്മാവിൽ ഉള്ളതും ഭൗതികമായതുള്ളതും, ഇപ്പോഴുള്ളതും കഴിഞ്ഞ കാലങ്ങളിലുള്ളതും വരുവാനുള്ളതുമായ എല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൂതന്മാർക്കും സാത്താനും മനുഷ്യർക്കും മൃഗങ്ങൾക്കുമൊക്കെ ആ സൃഷ്ടിയെ പ്രോക്രിയേറ്റ് ചെയ്യാം, ഫോം മാറ്റിക്കൊടുക്കാം, ഡിസ്ട്രോയ് ചെയ്യാം, സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ഇത് തന്നെയാണ് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ദ എനർജി കനോട്ട് ബി reversed. Energy cannot be destroyed. You can take the change, you can make it change into different form, but you can't be destroyed. ബൈബിളും സയൻസും, പ്രൂവൺ സയൻസ് എല്ലാം ബൈബിളിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് പിശാചിനെ അല്ല, മന്ത്രവാദത്തെ അല്ല, ബന്ധനത്തെ അല്ല, ശത്രുവിനെ അല്ല, ദൈവത്തെയാണ്. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ, എൻ്റെ ദൈവം തീരുമാനിക്കാതെ, എൻ്റെ ദൈവം നിയന്ത്രിക്കാതെ, വീണ്ടും ഞാൻ പറയാം, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം നിർണയിക്കാതെ, എൻ്റെ ദൈവം തീരുമാനിക്കാതെ, എൻ്റെ ദൈവം നിയന്ത്രിക്കാത്ത ഒരു പ്രശ്നവും, ഒരു ശത്രുവും, ഒരു യുദ്ധവും എനിക്ക് വരത്തില്ല.
ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ എൻ്റെ കർത്താവ് നിർണയിച്ചത് കൊണ്ട് വന്നതാ, എൻ്റെ കർത്താവ് തീരുമാനിച്ചത് കൊണ്ട് വന്നതാ, എൻ്റെ കർത്താവ് അറിഞ്ഞത് കൊണ്ട് വന്നതാ, എൻ്റെ കർത്താവ് അനുവദിച്ചത് കൊണ്ട് വന്നതാ. ഇപ്പോഴും അതിനെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവമാണ്. വേദപുസ്തകമില്ലാതിരുന്ന കാലത്ത്, പുരോഹിതനില്ലാതിരുന്ന കാലത്ത്, പ്രവാചകൻ ഇല്ലാതിരുന്ന കാലത്ത്, ന്യായപ്രമാണം ഇല്ലാതിരുന്ന കാലത്ത് ഇയ്യോബ് പറഞ്ഞു, അവനാണ് തന്നത്, അവനാണ് എടുത്തത്. ഇതിന്റെ ഇടയിൽ ഒരു മന്ത്രവാദിയുമില്ല, ഒരു പിശാചുമില്ല, ഒരു സാത്താനുമില്ല, ഒരു രോഗാണുവുമില്ല, ഒരു രോഗാത്മാവുമില്ല. തന്നത് അവൻ, എടുത്തത് അവൻ. എൻ്റെ ആരാധന മുഴുവനും അവന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കൊന്ന് പിശാചൊക്കെ ലജ്ജിച്ച് വാലും ചുരുട്ടി, വാലുണ്ടെങ്കിൽ തല താഴ്ത്തി തലയുണ്ടെങ്കിൽ നാണം കെട്ട് പോയി കാണും. എങ്ങനെയെങ്കിലും ഇയ്യോബ് ഒരു വാക്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് തന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിരുന്നത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബിന് ഈ പുസ്തകമില്ല തൻ്റെ കയ്യിൽ. ഉപദേശിക്കാൻ പുരോഹിതനോ ഉപദേഷ്ടാവോ പ്രവാചകനോ ഇല്ല. ഒന്നോർത്ത് നോക്കിയേ, താൻ തനിയെ ദൈവത്തിൻ്റെ നീതിമാനായി നിൽക്കുമ്പോൾ തനിക്ക് ലഭിച്ച വെളിപ്പാട് തന്നത് ദൈവം, തന്നത് ദൈവം, തന്നത് ദൈവം. നന്മ മാത്രമല്ല തിന്മയും ലഭിച്ചു. തന്നത് ദൈവം, എടുത്തതും ദൈവം. അവൻ്റെ നാമം ആരാധിക്കപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പാറ്റേൺസ് പോലെ, റിപ്പൾസസ് പോലെ കാണുന്നുണ്ട്. നമുക്കറിയാം, കുളത്തിലേക്കൊരു കല്ലെടുത്തെറിഞ്ഞാൽ അതിൻ്റെ എന്താ പറഞ്ഞത്, റിപ്പൾസസ്, ഓളം ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം. എന്നതുപോലെ ദൈവികമായ എന്തു നിയമത്തിൻ്റെയും ദൈവികമായ എന്തു തത്വത്തിൻ്റെയും റിപ്പൾസസ് കാണുവാൻ കഴിയും. ആമേൻ. ശ്രദ്ധിച്ച്, ദൈവമായ കർത്താവ് ശൗലിനെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം രാജാവാക്കുവാൻ തീരുമാനിച്ചു. ശൗൽ രാജാവായ അന്ന് അവന് വിരോധമായി യുദ്ധമുണ്ടായി. അവൻ്റെ കോർഡിനേഷൻ നടക്കുന്നതിന് മുമ്പ്, അതായത് പട്ടാഭിഷേകം നടക്കും മുമ്പ് യുദ്ധമുണ്ടായി. ഈ സെയിം കാര്യമാണ് 1947 യുവൻ ഇസ്രയേൽ ഒരു രാജ്യമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ദിനത്തിൻ്റെ അടുത്ത ദിവസം 6 അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന് വിരോധമായി യുദ്ധം ചെയ്തു. വേണ്ട പോലെ നേവി ഇല്ല, വേണ്ട പോലെ ആർമി ഇല്ല, വേണ്ട പോലെ എയർഫോഴ്സ് ഇല്ല, പക്ഷെ ജയിച്ചത് ഇസ്രയേൽ. ഒരു ഹല്ലേലൂയ പറയാമോ? പാറ്റേൺസാണ്, പാറ്റേൺസാണ്. അതായത് എന്ന് ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് കാണുന്നുവോ, ഇങ്ങേ പുറത്തൊരു ശത്രുവും ഒരുങ്ങുന്നുണ്ട്. ആ ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ നിങ്ങൾ ബന്ധനം അഴിക്കും മുമ്പ്, പിശാചിനെ ശാസിക്കും മുമ്പ്, കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വിടുതൽ വേഗം വെളിപ്പെടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശൗലിൻ്റെ 40 വർഷത്തെ ജീവിതം ശ്രദ്ധിച്ചാൽ ശൗൽ ശൗര്യമുള്ളവനായിരുന്നു, വീരന്മാരെ ചേർക്കുന്ന ഒത്തിരി നല്ല ഗുണങ്ങൾ ശൗലിലുണ്ടായിരുന്നു. ദാവീദിനെ പോലെ വ്യഭിചാരം ചെയ്തില്ല. ഒരാമീൻ പറ. ഈ ശൗലിൻ്റെ പ്രശ്നം പഠിച്ചാൽ വലിയ രസമാണ്. ഈ പാപത്തിന് വലിയ പ്രശ്നം ഒന്നുമില്ല. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ദൈവത്തെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല. വേറെ ഒരു പ്രശ്നവും പുള്ളിക്കില്ല. പുള്ളി ദൈവത്തെക്കാൾ മനുഷ്യരെ മാനിച്ചു. ഇതേ ഉള്ള പ്രശ്നം. അദ്ദേഹം പാപം ചെയ്തതൊക്കെ പറയുന്നത്, ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി, ഞാൻ അങ്ങ് ചെയ്തു പോയി, സമയം അങ്ങ് തീർന്നു പോകുന്നത് കണ്ടു. ഇതവളുടെ എക്സ്ക്യൂസ്. എടാ, സമയം കഴിഞ്ഞില്ലല്ലോ, തീർന്നു പോകുന്നതല്ല ഉള്ളോ. യുദ്ധം ഇങ്ങനെ ആയിപ്പോയെന്ന് കണ്ടു. നാഹാശ് നമ്മുടെ മണ്ടേ അറ്റാക്ക് ചെയ്യും, ഇപ്പം എല്ലാവരെയും കൊന്നുകളയും ഞാൻ ചിന്തിച്ചു. ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? നമുക്കും ഇങ്ങനല്ലേ? നമ്മുടെയും പ്രശ്നം ഇങ്ങനെയല്ലേ? ഇവിടെ ഒരു വേദന വന്ന ഉടനെ രണ്ട് കിഡ്നിക്കകത്ത് നിറച്ച് സ്റ്റോൺ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണും. വേദന വന്നത് ഇന്നലെ കഴിച്ച കപ്പയുടെയാണ്, ഗ്യാസിൻ്റെയാ. ഓ, ഒരു ഹല്ലേലൂയ പറയോ? അല്ലെ, അന്നേരം എവിടുന്നെങ്കിലും നമ്മുടെ ഒരു പ്രിയനായ സഹോദരൻ വിളിക്കും. എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാലും പറയും. എന്തുകൊണ്ട്? ചെറിയൊരു വേദന ഇടത്ത് ഭാഗത്തുണ്ട്, അത് കിഡ്നി സ്റ്റോൺ ആകാൻ മുഴുവൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവനെ കൊണ്ട് പിശാച് വിളിപ്പിക്കുന്ന അന്ന് തൊട്ട് കിഡ്നി സ്റ്റോൺ എങ്ങനെ മാറുന്ന ചിന്ത. എടാ, ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? എൻ്റെ ആമീനൊക്കെ പറ. ഇതാ നമ്മുടെ ജീവിതം മുഴുവൻ കിഡ്നി സ്റ്റോണുമായിട്ട് തീരുക. ദൈവവചനം ഒന്ന് ശ്രദ്ധിക്കുക. നീ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നോക്കൂ,
ഫെലിസ്തീർ എന്ന ഒരു ശത്രു, ഇപ്പോഴത്തെ പലസ്തീൻ അല്ല കേട്ടോ, ഇപ്പോഴത്തെ പലസ്തീനിയൻസിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ഫെലിസ്തീർ എന്നൊരു ശത്രു ദൈവത്താൽ ഇസ്രായേൽ മക്കൾ വിരോധമായി എഴുന്നേൽക്കപ്പെട്ടു. ദൈവം എഴുന്നേൽപ്പിച്ചതാണ്. അവരായിരുന്നു ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ തലമുറയായി ദൈവത്തിൻ്റെ സിംഹാസനം ചൊല്ലി ദൈവം ആണയിട്ട വേറൊരു ശത്രുവുണ്ട്, അത് അമാലേക്യൻ. ഇത് രണ്ടും വന്നത് എവിടുന്നാ? ഒന്ന് ഏശാവിൽ നിന്നും, ഒന്ന് നോഹയുടെ പുത്രനാകുന്ന ഹാമിൽ നിന്നുമാണ്. സ്തോത്രം. നോഹ എന്ന നീതിമാനായ മനുഷ്യരിൽ നിന്നാണ് പിൻതലമുറയായ ഷെമൈറ്റ്സിന് ഫെലിസ്ത്യൻസും ഹാമൈറ്റ്സും ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കാരണക്കാരനാരാ? നോഹ ചെയ്ത് തുടങ്ങിയ ചില കുഞ്ഞിപ്പാപങ്ങൾ അടുത്ത തലമുറയിലേക്ക് വന്നു, അടുത്ത തലമുറയിലേക്ക് വന്നു, അടുത്ത തലമുറയിലേക്ക് വന്നു. നമ്മൾ പറയത്തില്ലേ, അടയ്ക്കയാണെങ്കിൽ എടുത്ത് മടി വെക്കാം, അടയ്ക്ക മരമാണെങ്കിൽ. നോഹയുടെ കാലത്ത് അടയ്ക്കയായിരുന്നു, നോഹയുടെ മക്കളുടെ കാലം വന്നപ്പോൾ അടയ്ക്ക മരമായി. ഇപ്പോൾ ഇസ്രായേൽ അവരോട് യുദ്ധം ചെയ്യേണ്ടി വരികയാണ്. ഇതാണ് ബേസിക് ഫാക്ട്. നമ്മളെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ വിത്ത് തലമുറയിലേക്ക് വ്യാപരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദാവീദ് ബേത്ശെബയെ മോഹിച്ചു, ഹസ്ബൻഡ് ഊരിയാവിനെ കൊല്ലിച്ചു, ബേത്ശെബയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു. ഇതൊന്നും വാസ്തവത്തിൽ ദാവീദിന് ലീഗലായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഒന്നും ഇല്ലീഗലല്ല. അവൻ രാജാവാണ്, ദേശത്തിലെ പ്രജകൾ മുഴുവൻ സബ്ജക്റ്റാണ്. പക്ഷേ അവനത് ക്രുക്കഡ് വെയിൽ ചെയ്തതിനാൽ, ഊരിയാവ് കൊല്ലപ്പെടേണ്ട ഒരു പടയാളിയാണ്, പക്ഷെ ചതിച്ചു കൊന്നതിനാൽ, ബേത്ശേബ ദാവീദിന്റെ കൊട്ടാരത്തിൽ ലീഗലി വരേണ്ടതാണ് ദാവീദ് ആഗ്രഹിച്ചാൽ, രാജാവായിരിക്കെ. എന്നാൽ ക്രുക്കഡ് വെയിൽ ചെയ്തതിനാൽ എന്ത് ചെയ്തു? പരസ്യമായി അബ്ശലോമിൻ്റെ കാലം വന്നപ്പോൾ അതൊരു വലിയ പടുവൃക്ഷമായി ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാനാകാത്തൊരു കയ്പായി മാറി. കഥ അറിയാന്നുള്ള ഞാൻ വിവരിക്കാത്തത്. കണ്ടോ, ആര് വിതച്ചതാ? ദാവീദ് വിതച്ചതാ. സ്തോത്രം. അബ്രഹാം സാറായി മുഖാന്തരം ഹാഗാറിന് ഒരു കുഞ്ഞു വിത്ത് വിതച്ചു. ആ വിത്താണ് ഇന്നും ഇസ്രായേൽ മക്കൾക്ക് വിരോധിയായിരിക്കുന്ന അറബ് ദേശക്കാര്, ഇസ്മായിലൈറ്റ്സ്. ആമേൻ. ആര് വിതച്ചതാ? അപ്പോൾ നമ്മൾ എവിടെ സൂക്ഷിക്കേണ്ടത്? ഇതിനെ വെട്ടി നുറുക്കി കളയുന്നതിന് മുമ്പ് സൂക്ഷിക്കേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആപ്തവാക്യം പോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നോക്കുക. ഒരു നല്ല ഹല്ലേലൂയ കേൾക്കാമോ? ഇനി മറ്റൊരു പാറ്റേൺ പറയാം. എവിടെയാണോ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് വിട്ട് ആഘോഷം ആരംഭിക്കുന്നത്, വിജയം കൊണ്ടാടുന്നത്, ദൈവം വേണ്ട അല്ലെ ദൈവം അല്ല എന്ന് തീരുമാനിക്കുന്ന, അവിടെ ദൈവം ശത്രുവിനെ എഴുന്നേൽപ്പിക്കും. നോക്കൂ, ദാവീദിൻ്റെ കാലം മുഴുവനും യുദ്ധകാലമായിരുന്നു. ദാവീദ് അമാലേക്യരെ, ഫെലിസ്ത്യരെ, മോവാബ്യരെ, അമോന്യരെ, യു നെയിം ഇറ്റ്, ഒരു ശത്രു പോലും തല ഉയർത്താതെ വണ്ണം പലവട്ടം യുദ്ധം ചെയ്ത് തൻ്റെ അവസാന കാലം വന്നപ്പോൾ മൂലസ്ഥാനം കരസ്ഥമാക്കിയെന്ന് ശമൂവേലിൻ്റെ 2-ാം പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇനി ശത്രുവില്ല. അപ്പം ശലോമോൻ്റെ കയ്യിലേക്ക് ഇസ്രായേൽ രാജ്യത്തെ ദാവീദ് എന്ന രാജാവ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ശത്രുവുമില്ല. പിശാച് ഒതുങ്ങി. പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ ശലോമോൻ അങ്ങോട്ട് വാഴ്ച ആരംഭിച്ചു. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു ഒരു പിശാചിനെ, മോവാബിൽ നിന്ന് വേറൊരു പിശാചിനെ കൊണ്ടുവന്നു, ഫെലിസ്തീനിൽ നിന്ന് വേറൊരു പിശാചിനെ കൊണ്ടുവന്നു. ഇതിൽ ദൈവം തന്നെ ന്യായം വിധിക്കണമെന്ന് കണ്ടപ്പോൾ ചുറ്റുമുള്ള ദേശത്തുനിന്ന് 1000 സ്ത്രീകളെ, 700 ഭാര്യമാരെയും 300 ഭാര്യമാരെയും 700 വെപ്പാട്ടികളെ, അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം, സ്വീകരിച്ചു. അവർ അവരുടെ ദേവന്മാരെയും കൂടി കൊണ്ടുവന്നു. ആദ്യം ദാവീദിന്റെ പട്ടണത്തിൽ അവരെ പ്രവേശിപ്പിക്കാൻ മനസ്സില്ലാതെ പട്ടണത്തിന് വെളിയിൽ ഒരു പാലസ് പണിതു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്ത് പാലസ് പണിതു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരവരുടെ വിഗ്രഹങ്ങളോട് കൊണ്ടുവന്നു. അത് പിന്നെ ആലയത്തിൻ്റെ കോമ്പൗണ്ടിലായി. അത് പിന്നെ ആലയത്തിലെ ഉപകരണങ്ങൾക്ക് പകരമായി എന്ത് സംഭവിച്ചു? വളരെ സസൂക്ഷ്മമായി വായിച്ചാൽ യഹോവയാൻ ദൈവം ശലോമോന് വിരോധിയായി ഹദദ് എന്ന ഒരു പ്രതിയോഗിയെ എഴുന്നേൽപ്പിച്ചു. ആരെഴുന്നേൽപ്പിച്ചു? യഹോവ എഴുന്നേൽപ്പിച്ചു. എന്തിനെഴുന്നേൽപ്പിച്ചു? ശലോമോൻ മര്യാദ പഠിക്കേണ്ടതിന്. കണ്ടോ, സമാധാനം എന്ന പേരിട്ട് ഇഷ്ടനായി ജനിച്ചു വളർത്തപ്പെട്ട ശലോമോനും ദൈവം കൊടുത്ത ഒരു പരീക്ഷയാണ് ഹദദ്. ഹദദ് മാത്രമല്ല, രാസോൻ ജനിച്ചു. രാസോൻ മാത്രമല്ല,
യെരോബിയാം ജനിച്ചു. ഇവരെല്ലാം ശലോമോന് ശത്രുക്കളായി മാറി. ഒരു ശത്രുക്കളും ഇല്ലാതെയാണ് ദാവീദ് കിങ്ഡം കൈമാറിയത്. പക്ഷേ ശലോമോൻ്റെ സ്വന്തം പ്രവൃത്തികൾ, തീരുമാനങ്ങൾ, ഹാബിറ്റ്സ്, കൾച്ചർ നിമിത്തം പുതിയ പുതിയ ശത്രുവിനെ ജനിപ്പിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ഇപ്പോഴത്തെ ഇസ്രായേലിൽ നോക്ക്, 2000 വർഷം അല്ല, യേശു വന്ന് 2000 വർഷമുള്ള 2000 വർഷത്തിനും 3000 വർഷം മുമ്പാണ് ദാവീദിൻ്റെ കാലം. ദാവീദിനെ പറ്റി വേദപുസ്തകം വായിച്ചാൽ ഫെലിസ്തീർ എന്ന ഗോലിയാത്തും മറ്റ് ആളുകളുമൊക്കെ ഇസ്രായേലിന് വിരോധിയായ ആ ദേശം, ഗസ, എക്രോൻ, ഗാത്ത്, അഷ്കലോൻ, അസ്തോദ്, ഈ 5 ദേശം, 5 മെട്രോപൊളിറ്റൻ സിറ്റിയാൽ ഭരിക്കപ്പെടുന്ന, അല്ലെ 5 ദേവന്മാരാൽ ഭരിക്കപ്പെടുന്ന ഫെലിസ്തീയ ദേശം നിർമൂലമായി, ശത്രുതയില്ലാതെയായി, അവരിൽ ആരും ജീവിച്ചിരിപ്പില്ലാതെയായി. പിന്നെ എവിടെ നിന്ന് ഈ പലസ്തീൻ വന്നത്? AD 586 BC 586 ഇസ്രായേൽ മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിതറപ്പെട്ടു. ശത്രുതയുമില്ല. ഇവർ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് ശത്രു വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉയരുമ്പോൾ, ഒരു അഭിഷേകം പ്രാപിക്കുമ്പോൾ, ഒരു പദവി വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഒന്ന് അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടനായി മാറുമ്പോൾ, നീ വഴുതി പോകാതിരിപ്പാൻ, ഇൻഡിപെൻഡൻ്റായി പോകാതിരിപ്പാൻ കർത്താവ് ഒരു ശത്രുവിനെ ഒരുക്കി നിർത്തും. നിനക്ക് കഷ്ടതയും പരിവട്ടവും പൈതാവും തന്നെയാണെങ്കിൽ നീ തല കുനിച്ചിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ തല ഉയർത്തുന്ന ഒരു നാളുണ്ട്. ആ നാളിൽ നീ അഹങ്കരിക്കാതിരിപ്പാനാണ് കർത്താവ് ഒരു ശത്രുവിനെ എഴുന്നേൽപ്പിക്കുന്നത്. AD 70 ആയപ്പോഴത്തേന് ശത്രുക്കളുടെ ബഹളമായിരുന്നു ഇസ്രായേൽ മക്കൾക്ക്, യേശുവിൻ്റെയൊക്കെ കാലത്ത്. പക്ഷേ AD 70 പിന്നെയും ആലയം തകർക്കപ്പെട്ടു, പിന്നെയും ഇസ്രായേൽ മക്കൾ ചിതറപ്പെട്ടു. ഒരു ശത്രുവുമില്ല. നോ അമാലേക്കറ്റ്സ്, നോ ഫെലിസ്ത്യൻസ്, ആരെയും കാണാനില്ല. 1947 2000 വർഷം കഴിഞ്ഞപ്പോൾ UN-ൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ പിന്നെയും ഒരു ജാതിയായി. വോട്ടനെ ഫെലിസ്തീൻ, നിങ്ങൾ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുക. പക്ഷേ ആ ഫെലിസ്തീൻ അല്ല ഈ ഫെലിസ്തീൻ. പക്ഷേ ആ ഫെലിസ്തീൻ്റെ പേര് ഈ പലസ്തീൻ എന്ന് ഇടാൻ കാരണം റോമാക്കാരാണ്. AD 70 ഇട്ടതാണ്. ആ പേര് മാഞ്ഞുപോയ 2000 വർഷത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പിന്നെയും ജനിച്ചപ്പോൾ, ദേശം ജനിച്ചപ്പോൾ പിന്നെയും തൻ്റെ പേര് വന്നു. സ്തോത്രം. ഈ ഗസയോ ഈ വെസ്റ്റ് ബാങ്കോ ഈ പ്രദേശങ്ങളൊന്നും ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു. ഇതെല്ലാം പിന്നീട് വന്നതാണ്. ഒരു കാലത്തുണ്ടായിരുന്നു, ദാവീദ് നശിപ്പിച്ചു, 3000 വർഷത്തോളം ഒതുങ്ങിക്കിടന്നു. പിന്നെ ഇസ്രായേൽ ജനിച്ചു വളരുമ്പോൾ അവരും വളരുകയാണ്. ഇതിൻ്റെ പിന്നിൽ ദൈവമാണ്, ഇതിൻ്റെ പിന്നിൽ പിശാചല്ല. ശ്രദ്ധിക്കൂ, നിന്റെ നീതി ഒന്ന് ബാലൻസ്ഡ് ആകാൻ, നിന്റെ വിജയം നീ ആഘോഷിക്കുമ്പോൾ തന്നെ നീ താണു നിൽക്കാൻ, നിന്റെ കൊമ്പ് ഉയർന്നു പോകാതിരിപ്പാൻ, ഉസ്സായെ പോലെ അഹങ്കാരം ഉണ്ടാകാതിരിപ്പാൻ ദൈവം ഒരു ശത്രുവിനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. ഗ്ലോറി 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 അല്ലേ? നമ്മൾ വരും പറയത്തില്ലേ, എനിക്ക് പഴയ കാലമായിരുന്നെങ്കിൽ. അതില്ലാതിരുന്നത് നീ ഒതുങ്ങാൻ വേണ്ടിയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീ അഹങ്കരിക്കാതിരിക്കാനാണ് കർത്താവ് നിന്നെ ഒതുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രോഗം വന്ന് ഒതുങ്ങുന്നതിനേക്കാൾ, ഒരു ശത്രു വന്ന് ഒതുങ്ങുന്നതിനേക്കാൾ, അവൻ്റെ മുമ്പിൽ നീ പരാജയപ്പെടുന്നതിനേക്കാൾ നീ ദൈവത്തോട് നിന്റെ വിജയത്തിൻ്റെ സകല മഹത്വം ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ പരാജയത്തിന് ഉത്തരവാദിത്വം കൂടെ നീ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്താൽ, ദൈവം നിന്നെ ദാവീദിനെ പോലെ ഉയർത്തും. ദാവീദ് യുദ്ധങ്ങളോടെ ആരംഭിച്ചു, സമാധാനത്തോടെ അവസാനിച്ചു. ശലോമോൻ സമാധാനത്തോടെ ആരംഭിച്ചു, നികൃഷ്ടനെ പോലെ അവസാനിച്ചു. നിനക്കത് വരാതിരിക്കട്ടെ. ശലോമോൻ സദൃശവാക്യം എഴുതി, ഉത്തമഗീതം എഴുതി, സഭാപ്രസംഗം എഴുതി, അനേക സങ്കീർത്തനങ്ങൾ എഴുതി. അവിടെ മുഴുവൻ പറയുന്നത്, എൻ്റെ അപ്പൻ എന്നെ പ്രബോധിപ്പിച്ചത്, എൻ്റെ അമ്മ എന്നെ ശാസിച്ചത്. ശലോമോൻ ഒന്നും പറയാനില്ല. ഈ 3000 സദൃശവാക്യങ്ങളും അപ്പൻ പറഞ്ഞു കൊടുത്തതാ, ദാവീദ് പറഞ്ഞു കൊടുത്തതാ. തേജസ്സോടെ ഒരു സൂര്യനെ പോലെ നമ്മൾ ദാവീദിനെ കാണുന്നു. എന്താ കാര്യം? താൻ ദൈവമുമ്പാകെ എപ്പോഴും കീഴ്പ്പെട്ടിരുന്നു. നാഥാൻ വന്ന് ആ മനുഷ്യൻ നീ എന്ന് പറയുമ്പോൾ ഒരു വാളൊന്ന് ചലിപ്പിച്ചാൽ നാഥാന്റെ തല കഴുത്തിൽ കാണത്തില്ല. നെടുപാട് വീട് പറയുകയാണ്, ആ മനുഷ്യൻ ഞാനാണെങ്കിൽ എന്നോട് കർത്താവ് ക്ഷമിക്കേണ്ടതിന് ഞാൻ അനുഭവിക്കാൻ റെഡിയാണ്. എന്തൊരു ശ്രേഷ്ഠകരമായ സീനാണ് കാണുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഈ യുദ്ധം ജയിക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് ബലാസ്റ്റിക് അല്ല, അത് ബൈലാറ്ററൽ
ലൈറ്ററൽ മിസൈൽസ് അല്ല, ആരോസ് അല്ല, ഡേവിഡ് സ്ലിംഗ് അല്ല, അയൺ ഡോം അല്ല. യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ ഒന്ന് താണു വീണാൽ, രാജ്യമായി ഒന്ന് ഉപസിച്ചാൽ ഇത് ജയിക്കാനുള്ളതേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മളോടുമുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത്. നമ്മുടെ അകത്തുള്ള പഴയ മനുഷ്യൻ പൊങ്ങാതിരിപ്പാൻ, നമ്മുടെ പുറത്തെ മനുഷ്യൻ പൊങ്ങാതിരിപ്പാൻ, നമ്മുടെ അഭിഷിക്തൻ മാത്രം ഉയർന്നിൽപ്പാൻ കർത്താവ് അവിടങ്ങളായി ഒരു ഹദദിനെ, ഒരു റസോനെ, ഒരു യരോബിയാമിനെ എഴുന്നേൽപ്പിക്കാറുണ്ട്. നീ ദൈവം ഭാഗം കീഴടങ്ങിയാൽ ശത്രുക്കൾ പോലും നിന്റെ അടുത്ത് വന്ന് നിന്നോട് ഇഷ്ടം കൂടും. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ ചിന്തു ബ്രദറിന്റെ വീട്ടിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു ടാരി മീറ്റിംഗോ ഫാസ്റ്റിംഗ് പ്രോ മറ്റോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിച്ചു. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന്, ശൗലിൻ്റെ ഗ്രഹത്തിൽ നിന്ന് അനേകർ വന്ന് ശൗലിൻ്റെ ശത്രുവായി ശൗൽ കണ്ട ദാവീദിനോടുകൂടെ വന്ന് ചേർന്നു. ഞാൻ പിന്നെയും വായിച്ചപ്പോൾ ആദ്യം കുറേ 10 പേര് വെച്ച് വന്നു, പിന്നെ 100 വെച്ച് വന്നു, പിന്നെ 1000 വെച്ച് വന്നു, പിന്നെ 10,000 വെച്ച് വന്നു, പിന്നെ ലക്ഷങ്ങൾ വന്ന് ദാവീദിനോട് ചേർന്നു. നിനക്ക് കുറേ കാലത്തേക്ക് കർത്താവ് ഒരു ശൗലിനെ ആക്കി വെച്ചിരിക്കുന്നതാ. അത് വെച്ചാൽ ശരീരത്തിലൊരു രോഗമായിരിക്കാം, ഒരു മെൻ്റൽ ആകണിയായിരിക്കാം, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. എന്തിനാ? നീ ഒന്ന് ഒതുങ്ങി ദൈവത്തിലേക്ക് വരുവാൻ. നീ ഒതുങ്ങിയാൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ശൗല് പട്ടുപോകും, നിന്റെ കയ്യാൽ അല്ലതാനും. അവൻ ഗിൽബോ പർവ്വതത്തിൽ പട്ടുപോയപ്പോൾ അത് അനന്തരാവകാശികളോട് ചേർന്ന പട്ടുപോയത്. ഇതാ ദാവീദ് തേജസ്സോടെ എഴുന്നേറ്റു. ശൗലിന്റെ ശത്രുഗ്രഹത്തിൽ നിന്ന് പോലും ആളുകൾ ദാവീദിനോട് ഇഷ്ടം കൂടുവാൻ വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവമേ, നിന്റെ രക്ഷയിലേക്ക് അവൻ നയിച്ചത് നീ ദാവീദിനെ പോലെ പ്രകാശിപ്പാനാണ്, യേശുവായെ പോലെ പ്രകാശിപ്പാനാണ്. ദാവീദ് ഉണ്ടാക്കിയ കസേരയിലാണ്, സിംഹാസനത്തിലാണ് നിന്റെ കർത്താവും രക്ഷകനുമാകുന്ന യേശു ഇരിക്കുന്നത്. യേശുവിന് ദാവീദിനെ അപ്പനാക്കാൻ താല്പര്യമാ. ദാവീദിന്റെ സന്തതി എന്നവൻ അറിയപ്പെടുന്നത്. എന്താ കാര്യം? ദൈവം പോകെ കീഴടങ്ങിയ, ദൈവം പോകെ താഴ്ന്ന, ദൈവം പോകെ തന്നെ പൊടിയിലും ഇരട്ടിനും വിട്ടുകളഞ്ഞ ഒരു അഭിഷിക്തനെ പോലെ വേറെ ഒരാളില്ല. ഈ ടെഷുവ ടൈമിൽ, ഈ മാനസാന്തരത്തിൻ്റെ ദിനത്തിൽ, ഈ റോഷ് ഹഷാനയിൽ, യോം തെരുവായിൽ, യോം കിപ്പൂർ വരുന്ന ഈ ആഴ്ചകളിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്യൂ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കൂ. വല്ല വ്യസന മാർഗവും എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തുമാറാകണമേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ പോയ പോരെ കർത്താവേ, ഞാനിങ്ങനെ താണും വീണുമല്ല, അതെ പൊങ്ങിയും താണുമല്ല. എനിക്ക് ദൈവമേൽ ജയത്തോടെ നിൽക്കണം. കൃപമേൽ കൃപയായി, മഹത്വത്തിന്മേൽ മഹത്വമായി, ജയത്തിന്മേൽ ജയമായി നിൽക്കണം. ഞാൻ അറിയാതെ, അത് നീ അറിയാതെ ഒരു ശത്രുവും എൻ്റെ ജീവിതത്തിലില്ല. നീ അറിയാത്ത ഒരു യുദ്ധങ്ങളും എനിക്കില്ല. നിന്നെ ഒളിച്ച് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ദാവീദ് പാടിയില്ലേ, ഞാൻ നിന്നെ ഒളിച്ചെവിടെയൊക്കെ പോകും? ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്തിൽ നിന്ന് പാർത്താലും അവിടെ നിന്റെ കൈ എന്നോട് കൂടെ. ഓ, ഞാൻ രാത്രിയിൽ അത് ഒളിച്ചാൽ രാവ് നിനക്ക് പകല് പോലെ. ഞാൻ സ്വർഗത്തിൽ പോയാൽ അവിടെയും നീ അല്ലാതെ എനിക്ക് ആരുള്ളൂ. ഞാൻ പാതാളത്തിൻ്റെ കിടക്ക വിരിച്ചാലും അവിടെയും എന്നെ കാണുവാൻ നീയുണ്ട്. നിന്റെ കണ്ണിനെ ഒളിച്ച് എനിക്ക് എങ്ങും പോകാൻ കഴിയത്തില്ല. യഹോവേ, ഞാൻ എന്നെ അങ്ങയുടെ മുൻപാകെ എറിഞ്ഞു തരുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. എല്ലാവരും അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് വെറുതെ അല്ല. ആ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വീണിട്ട് അത് 100 പേന് ഫലം കായ്പാൻ വേണ്ടിയാണ്. ഇസ്രായേൽ എവിടെ എവിടെ ഉയർന്നോ, അഹങ്കാരത്തോടെ, തന്നിഷ്ടത്തോടെ, ശാഠ്യത്തോടെ, അവിടെയെല്ലാം കർത്താവ് ഒരു ശത്രുവിനെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇസ്രായേൽ എവിടെ എവിടെ താഴ്ന്നോ അവരെ ലോകത്തിൻ്റെ 5 വൻകരയിൽ നിന്ന് കർത്താവ് തിരികെ ചേർത്തു. എന്നെ നോക്കിക്ക്, സമയം പോയെന്ന് എനിക്കറിയാം. കുറച്ച് കടുക് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി എടുത്തിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുറ്റത്തോട്ട്, മുറ്റമുണ്ടെങ്കിൽ മണ്ണുണ്ടെങ്കിൽ അവിടെ എറിയണം. എന്നിട്ട് ടേക്ക് ടൈം ടു പിക്ക് ഇറ്റ് ബാക്ക്. നിങ്ങൾ എറിഞ്ഞ മുഴുവൻ കടുവും പിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. ഇസ്രായേൽ മക്കൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് AD 70 ലോകത്തിൻ്റെ 5 വൻകരയിലും ഐഡൻറ്റിറ്റി ഇല്ലാത്തതുപോലെ, ദേവാലയം ഇല്ലാത്തവരായി, സിനഗോഗ് ഇല്ലാത്തവരായി, എവിടെയൊക്കെ ഇന്ത്യയിൽ, കേരളത്തിൽ വരെ ചിതറിപ്പോയി. ദൈവം കൂട്ടിച്ചേർക്കാതെയാണോ അവർ കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഇല്ല. ദൈവം എന്തിനാ അവരെ ചിതറിച്ചത്? ദൈവവഴിയിലേക്ക് വരുവാൻ. ദൈവം എന്തിനാ അവരെ കൂട്ടിച്ചേർത്തത്? ദൈവവഴിയിൽ നിൽക്കുവാൻ. ഇന്നത്തെ ഇസ്രായേൽ നമ്മളാണ്. നമ്മൾ ഇസ്രായേലാകുന്ന നാട്ടൊലിവിനോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. അതേ ദൂതാണ് നമുക്കുമുള്ളത്. ഒന്ന് കണ്ണടച്ചേ.
ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ. നിന്റെ കണ്ണടയാത്തത് എന്താണെന്നറിയാമോ? നീ എന്താ മരിച്ചു പോകാനെന്നറിയാമോ? നിനക്ക് ഇനിയും ദൈവത്തിൻ്റെ ആശീർവാദങ്ങൾ പ്രാപിക്കാനുണ്ട്, ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിക്കാനുണ്ട്. നിനക്ക് ഇനിയും സിംഹാസനമുണ്ട്, നീ ഇനിയും ഉന്നതങ്ങളിൽ വാഹനമേറി ഓടാനുണ്ട്, നീ ഇനിയും ദൈവത്തിൻ്റെ കഴുകനെന്ന ആ പക്ഷിയുടെ ചിറകിന്മേൽ വഹിക്കപ്പെടാനുണ്ട്, നീ ഇനിയും അവനാൽ തനിയെ നടത്തപ്പെടാനുണ്ട്. ഇനിയും നിനക്ക് ആരോഗ്യമുണ്ട്, ഇനിയും നിനക്ക് നന്മയുണ്ട്, ഇനി നിനക്ക് സമ്പത്തുണ്ട്, ഇനി നിനക്ക് ആത്മാക്കൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്, ഇനി നിന്നിൽ കൃപാവരങ്ങൾ ജ്വലിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം കഴിഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു പഴയ പാട്ട് ചേർന്ന് പാടാം. ആ സമയത്ത് ഓഫറിംഗ് കൂടെ എടുക്കുമെങ്കിൽ നിങ്ങളുടെ സമർപ്പണത്തിന് ശേഷം ഓഫറിങ്ങിനായിട്ടും ഒരുങ്ങിയാട്ടെ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവ പര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവ പര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീർന്നമാവിലും ജ്വാല നമ്മെ ഇമ്മാനുവേൽ നടത്തിടുമേ. തീർന്നമാവിലും ജ്വാല നമ്മെ ഇമ്മാനുവേൽ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. ഓ, സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. അഖിലരാൽ അവൻ സൗഖ്യമാക്കി എന്നും ഇമ്മാനുവേൽ അവൻ നടത്തിയിടുമേ. അഖിലരാൽ അവൻ സൗഖ്യമാക്കി എന്നും ഇമ്മാനുവേൽ അവൻ നടത്തിയിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിയിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിയിടുമേ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ ഇന്നും ഇമ്മാനുവേൽ അവൻ നടത്തിയിടുമേ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ ഇന്നും ഇമ്മാനുവേൽ അവൻ നടത്തിയിടും. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ.
മെഷാദിമാനുവൽ തന്നടത്തിയിടുമേ. തീർന്നമാകിലും ജ്വാല നമ്മെ വെല്ലും മെഷാദിമാനുവൽ തന്നടത്തിയിടുമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ ആത്മനായകൻ നമ്മെ വിടുതലയ്ക്കായൊരുക്കിയിടുമേ. ഹല്ലേലൂയ സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിന എല്ലാ വേദനയും അവൻ ചുമന്നതിന. ഓ സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിന എല്ലാ വേദനയും അവൻ ചുമന്നതിന. അടിവീണരാൽ അവൻ സൗഖ്യമാക്കി ഇന്നും ഇമ്മാനുവേൽ അവൻ നടത്തിയിടുമേ. അടിവീണരാൽ അവൻ സൗഖ്യമാക്കി ഇന്നും ഇമ്മാനുവേൽ അവൻ നടത്തിയിടുമേ. ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായൊരുക്കിയിടുമേ. ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായൊരുക്കിയിടുമേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇസ്രായേലിന് പോരാട്ടമുള്ളത് ഫെലിസ്ത്യരോടോ അമാലേക്യരോടോ അല്ല, അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാക്കളോടാണ്. അതുകൊണ്ടാണ് അമാലേക്യരുമായി ദൈവത്തിൻ്റെ സിംഹാസനത്താണ് തലമുറയായി എത്ര തലമുറ കഴിഞ്ഞാലും ദുരാത്മാക്കൾ മരിക്കാത്തത് കൊണ്ട്, ഡിസ്ട്രക്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് പിന്നെയും വ്യാപരിക്കും. നമ്മുടെ പിതാക്കന്മാർ ഒന്നുമില്ലായ്മയിൽ വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് നേടിയ പല ജയവും തലമുറ കഴിഞ്ഞപ്പോൾ അപജയങ്ങളായി പരാജയങ്ങളായി തീർന്നില്ലേ? എന്താ അതിൻ്റെ കാരണം? അപ്പൻ പോരാടിയതുപോലെ നമ്മളും പോരാടണം. ദാവീദ് പോരാടിയതുപോലെ ശലോമോനും പോരാടിയിരുന്നെങ്കിൽ ശലോമോന് ഒരു ശത്രുത്വവും ഉണ്ടാകത്തില്ലായിരുന്നേ. ശൗലിൻ്റെ പോരാട്ടം നല്ലതല്ലെന്ന് കണ്ടിട്ട് ദാവീദ് ദൈവകൃപയിലേക്ക് വന്നു, ദൈവഹിത പ്രകാരം പോരാടി. അതുകൊണ്ട് അവൻ്റെ അവസാന കാലം ഏറ്റവും സമാധാനമേറിയതായിരുന്നു. അവൻ ദുരാത്മാക്കളെ ജയിച്ചു. ദുരാത്മാക്കളിൽ അത് വ്യാപരിച്ചിരുന്ന ഫിലിസ്തീനെ അമാലേക്കിനെ ജയിച്ചു, നിർമൂലമാക്കി, മൂലസ്ഥാനം കരസ്ഥമാക്കി. മോവാബ്യരെ അവൻ തോൽപ്പിച്ചു, ചരട് കൊണ്ട് അളന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ താഴോട്ട് കിടത്തി ഓരോരുത്തരെയും പടനായകന്മാരെ. എന്നിട്ടൊരു ഒരു മുഴം ചരടെടുത്തു. ഒരു മുഴം രക്ഷപ്പെടേണ്ടതിന് 2 മുഴം എന്ന് പറഞ്ഞാൽ 2 പേരെ കൊന്നാൽ ഒരുത്തനെ രക്ഷിച്ചു. ഒന്നിനെ രക്ഷിച്ചേക്ക്, മൂന്നാമത്തവനെ 2നെ 3നെ തട്ടിയേക്ക്, 4മത്തവനെ രക്ഷിച്ചേക്ക്. ആ നിലയിലായി. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അവസരം ഈ വെളിപ്പാട് വഴി തരികയാണ്. ഒരു ശത്രുവിനെയും വെച്ചേക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ഹത്യയല്ല, എന്നാൽ ദുരാത്മാക്കളെ പുറത്താക്കും. കയ്പിനെയും പകയും അസൂയയും വെച്ച് പൊറപ്പിക്കരുത്. സ്നേഹമില്ലായ്മയെ, സന്തോഷമില്ലായ്മയെ, ദുഃഖത്തെ വെച്ച് പൊറപ്പിക്കരുത്. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. വലിയ ജയം കർത്താവ് തരും. നീയാണ് പുതിയ നിയമത്തിലെ ഇസ്രായേൽ, നീയാണ് പുതിയ നിയമത്തിലെ നാട്ടൊലിവ്. പരിശുദ്ധ കർത്താവേ, നിന്റെ ജനം ഇത് കേട്ട് സ്വീകരിച്ച് അറിഞ്ഞ് അക്നോളജ് ചെയ്ത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ ബലം, അതിൻ്റെ ശക്തി, അതിൻ്റെ ജയത്തിനായി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ 5785 എന്നറിയപ്പെടുന്ന ഈ വർഷം മുതൽ അടുത്ത ഒരു 365 ദിവസം അവർക്ക് നന്മയാകട്ടെ. അവരനുസരിച്ചതിൻ്റെ മുഴുവൻ മഹത്വവും അവർക്ക് ആശീർവാദമായി, അനുഗ്രഹമായി വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങളുടെ മധ്യയിൽ നിന്നായിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കായും സ്തോത്രം. റസലങ്ങളിനായി, ഓമനയാൻറ്റിക്കായി, ജോപ്പനായി, ഡാലിക്കായി, കുഞ്ഞിനായി, മാധപ്പനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ചാക്കോ അങ്കിളിനായി, മരിയാമാൻറ്റിക്കായി സ്തോത്രം ചെയ്യും. കർത്താവ് ഞങ്ങളുടെ മോന് ഷാനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ടിമ്മിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വന്ന മറ്റ് ദൈവമക്കൾ അമൃതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ചേർക്കുന്നു. കഴിഞ്ഞ 20 വർഷം ആയി ഞങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പ്രിയരായ ഈ സഭയുടെ തൂണുകളായ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ വർഷങ്ങളിൽ ചേർക്കപ്പെട്ട എല്ലാവർക്കായും സ്തോത്രം ചെയ്യും.
ഇന്ന് പകൽ ഈ സർവീസ് അനുഗ്രഹമാകേണ്ടതിന് 6 മണിക്ക് 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവർക്കായി സ്തോത്രം ചെയ്തു. 8 മണിക്ക് തന്നെ ഇവിടെ വന്നവർക്കായി സ്തോത്രം ചെയ്തു. വിവിധ കാര്യങ്ങളിൽ ബിഹൈൻഡ് ദ സീൻ, ബിഫോർ ദ സീൻ ശുശ്രൂഷിച്ചവർക്കായി സ്തോത്രം ചെയ്തു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കും. തുടർന്ന് നടക്കുന്ന പരസ്യയോഗങ്ങൾ കർത്താവ് കൂടെ ഇരിക്കണമേ. ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രിയ സഭകളുടെ ആരാധന, ബാസിലൻ ചർച്ചിൻ്റെ ആരാധനയിൽ, ക്രോയിഡൻ ചർച്ചിൻ്റെ ആരാധനയിൽ, ഞങ്ങളുടെ നോട്ടിംഗ്ഹാം ചർച്ചിൻ്റെ ആരാധനയിൽ, ഞങ്ങളുടെ ബ്രൈറ്റൺ ചർച്ചിൻ്റെ ആരാധനയിലൊക്കെ കർത്താവ് കൂടെ ഇരുന്നാട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ മടങ്ങി പോകുമ്പോൾ യാത്രയിൽ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സേഫായി മടങ്ങട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ആഴ്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായി, ഈ മാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമായി, ഈ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരേണ്ടതിന് ഞാൻ അങ്ങയുടെ അഭിഷിക്തൻ അങ്ങ് നൽകിയ പദവിയിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എന്നോട് ചേർന്ന് പറയുമ്പോൾ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അടുത്ത് നിൽക്കുന്ന ഒരാളെ നോക്കി പറയും, യു ആർ ഹൈലി ഫേവേഡ്, യു ആർ ഡീപ്ലി ലവ്ഡ് ആൻഡ് യു ആർ ഗ്രേറ്റ്ലി ബ്ലസ്ഡ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മുടെ കർത്താവ് രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ കൃപ, നമ്മുടെ ദൈവത്തിൻ്റെ മഹാസ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കാവൽ നാം എല്ലാവരോടും കൂടെ നാം കേട്ട വിഷയം പൂർണ്ണമായും വ്യാപരിക്കുവോളം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.